ടി ടൈസൺ മാസ്റ്റർ അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. സർ, ധനകാര്യമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ ഈ സഭയിൽ അവതരിപ്പിച്ച 2026-27 ബജറ്റിനെ പൂർണ്ണ മനസ്സോടെ പിന്താങ്ങുകയാണ്. നവകേരള നിർമ്മിതിയുടെ പാതയിൽ കരുതലോടെ മുന്നേറുന്ന ഈ സർക്കാർ സാധാരണക്കാരൻ്റെയും അധ്വാനിക്കുന്നതിൻ്റെയും പക്ഷത്താണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഈ ബജറ്റ്. മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ ഓർക്കുകയാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അതെ സർ, ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് ഈ സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നേടിയിരിക്കുന്നത്. നമുക്ക് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. നല്ല ഗംഭീരമായിട്ടുള്ള PW റോഡുകളുള്ള സംസ്ഥാനമായി മാറി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത കേരളം, അഴിമതിയില്ലാത്ത കേരളം, വർഗീയ ലഹളയില്ലാത്ത കേരളം, സ്കൂൾ മുതൽ കോളേജ് വരെ ഹൈടെക് ആയിട്ടുള്ള കേരളം, ആരോഗ്യമേഖലയിൽ പുതുചരിതങ്ങൾ എഴുതി ചേർത്ത കേരളം, നിയമന നിരോധനമില്ലാത്ത കേരളം, ട്രഷറി അടച്ചിടാത്ത കേരളം, ലൈഫിലൂടെ വീടില്ലാത്തവർക്ക് ജീവിതം നൽകിയ കേരളം, എല്ലാവരുടെയും ഭൂമിയുടെ അവകാശികളാക്കിയ കേരളം, റേഷൻ മുടങ്ങാത്ത കേരളം, എന്തെല്ലാം കാര്യങ്ങൾ ഈ കൊച്ചു കേരളത്തിന് ഈ 5 വർഷത്തിനുള്ളിൽ അവകാശപ്പെടാൻ കഴിയും എന്നുള്ളത് എത്രത്തോളം ഏതൊരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ്. സർ, കഴിഞ്ഞ 5 വർഷത്തിനിടെ നികുതിയേതര വരുമാനത്തിൽ ഏകദേശം 1,52,000 അത്രത്തോളം തുക നമുക്ക് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് നേടിയെടുത്തത് എന്ന് പറയുന്നാൽ എത്രമാത്രം കാര്യക്ഷമമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻ്റാണ് എന്ന് കാണാൻ കഴിയും. കേന്ദ്ര സർക്കാർ വായ്പ പരിധി വെട്ടിക്കുറച്ചും അർഹമായിട്ടുള്ള വിഹിതം നിഷേധിച്ചും നമ്മെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ നേട്ടം നാം സ്വന്തമാക്കിയതെന്ന് എടുത്തു പറയേണ്ടതാണ്. എൻ്റെ മണ്ഡലമായ കയ്പമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് വലിയ പ്രതീക്ഷയാണ് സർ നൽകുന്നത്. ഒരു തീരദേശ മണ്ഡലം എന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയ്ക്കും തീരദേശ വികസനത്തിനുമായി 183.98 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുള്ള പുനർഗേഹം പദ്ധതിക്ക് അതിൻ്റെ വിഹിതം 64.20 കോടി രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. ഉൾനാടൻ മത്സ്യവികസനത്തിനായി വകയിരുത്തിയ തുക കയ്പമംഗലത്തെ സംബന്ധിച്ചിടത്തോളം പെരുന്തോട്, വലിയതോട്, കനോലിക്കനാൽ തുടങ്ങിയ മറ്റ് കായൽ പ്രദേശങ്ങൾക്കെല്ലാം മെച്ചമാകുന്ന പദ്ധതികളാണ്. തീരദേശ റോഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി നീക്കിവെച്ച 143.2 കോടി രൂപ തീരദേശത്തിൻ്റെ യാത്രാ ക്ലേശം പരിഹരിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി കടൽ സുരക്ഷാ പദ്ധതിയും ആംബുലൻസുകൾക്കായി അധിക തുക അനുവദിച്ചത് ഈ സർക്കാരിൻ്റെ മത്സ്യത്തൊഴിലാളികളോടുള്ള തീരപ്രദേശ ജനതയോടുള്ള കരുതലിൻ്റെ തെളിവാണ്. സർ, 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായിട്ടുള്ള പുരോഗതിയാണ് ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ തുടക്കത്തിലെ പറഞ്ഞിരിക്കുന്നത്. ആ പഴയ നോർമൽ UDFൻ്റെ ഭരണകാലത്താണ് സാർ. അത് അമാവാസി രാത്രികളിൽ പോലും നടപ്പാക്കിയിരുന്ന ലോഡ് ഷെഡിങ് എന്ന മധുരനാമത്തിൽ വിളിച്ചിരുന്ന പവർ കട്ടുകളുടേതാണ്. അത് ഓണപ്പരീക്ഷ എത്തിയാലും പാഠപുസ്തകങ്ങൾ കിട്ടാത്ത മനോഹരമായ റബ്ബ് കാലഘട്ടത്തിൻ്റെതാണ്. പാലാരിവട്ടം പാലം പപ്പടം പോലെ പൊടിഞ്ഞടരുന്ന ഒരു കാലഘട്ടത്തിൻ്റെതാണ്. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും എല്ലാം കൂടിയ ഒരു പഴയ കാലമാണ് സർ. ഇതൊന്നുമല്ല ഇടതുപക്ഷത്തിന് കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന ഭരണമെന്നും അവയെല്ലാം കഴിഞ്ഞ കാലത്തിൻ്റെ ദുസ്വപ്നങ്ങളുമായി ആഴത്തിൽ കുഴിച്ചു മൂടിയതും സമസ്ത മേഖലയുള്ളതുമായ വികസന കുതിപ്പിലൂടെ ഒരു നവകേരളത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഭരണമാണിതെന്നും അരിയാഹാരം ലഭിക്കുന്ന എല്ലാ മലയാളികളും നെഞ്ചിൽ കൈവച്ച് പറയുന്നതാണ്. ഈ ബജറ്റിനെ കുറിച്ച് ഒരു വലതുപക്ഷ പത്രം എഴുതിയ വരികൾ ഞാൻ ഉദ്ധരിക്കാം. ആ പത്രം എഴുതി, ഇടതു പരിപ്രേക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പുരോഗമനാത്മകമായ ബജറ്റാണ് ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ ഇന്നലെ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്.
ഉടൻ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതെന്ന് വിമർശിക്കപ്പെടാനിടയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വികസനവും സാമൂഹ്യക്ഷേമവും സമന്വയിപ്പിക്കുന്ന LDF സർക്കാരിൻ്റെ സാമ്പത്തിക പരിപാടിയുടെ സ്വാഭാവിക തുടർച്ചയായി ഈ ബജറ്റിനെ കാണുന്നതാകും കൂടുതൽ ശരി എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുകയാണ്. ആന കുത്തിയാൽ അറിയാത്ത ഉറക്കത്തിൽ പോലും ഇന്നേ വരെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബജറ്റിനെ കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ലാത്ത പത്രമാണ് ഈ വർഷത്തെ ബജറ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്വർണ്ണ മെഡൽ സമ്മാനിച്ചിരിക്കുന്നത്. സർ, 2026-27 ബജറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തിരിപ്പൻ സാമ്പത്തിക നയത്തിനുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ്. വർഗീയതയെ പ്രതിരോധിക്കാനും ശാസ്ത്രീയമായ ആസൂത്രണത്തിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഈ ബജറ്റ് ശ്രമിക്കുന്നുണ്ട്. സർ, പ്രതിസന്ധികളെ അതിജീവിച്ച് അതിവേഗം മുന്നേറുന്ന നവകേരളത്തിന്റെ രൂപരേഖയാണ് 2026-27 ബജറ്റ്. ഈ ബജറ്റ് പരിശോധിക്കുമ്പോൾ വർഗീയതയ്ക്കും കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ നയങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു രാഷ്ട്രീയ സാമ്പത്തിക ബദൽ ഉയർത്തുന്നതിൽ ആദരണീയനായ ധനമന്ത്രി KN ബാലഗോപാൽ വിജയിച്ചിട്ടുണ്ട് എന്ന് കാണാൻ. ഈ ബജറ്റിലെ പ്രഖ്യാപനം കേവലം സാമ്പത്തിക കണക്കുകളല്ല, മറിച്ച് കേരളയുടെ ഒത്തൊരുമയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മറുപടിയാണ്. ഈ ബദൽ പ്രഖ്യാപനത്തിന് 4 പ്രധാനപ്പെട്ട വശങ്ങൾ കാണുകയാണ്. ഒന്നാമതായി, വർഗീയതയ്ക്കെതിരായ ജനകീയ പ്രതിരോധം. കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് ജനങ്ങളുടെ ഒത്തൊരുമയാണെന്നും അത് തകർക്കാൻ ശ്രമിക്കുന്ന മതരാഷ്ട്രവാദം ചീറ്റുന്ന വിഷസർപ്പങ്ങളെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതിരോധം കൊണ്ട് നേരിടുമെന്നും ബജറ്റ് ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കുന്നു. വർഗീയമായി വിഭജിക്കാനുള്ള തന്ത്രങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്ന ബജറ്റ് ഇടതുപക്ഷത്തിന് ഒരു മതജാതി വിഭാഗവും അപരരല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിന് മത സാംസ്കാരിക സാഹോദര്യത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. രണ്ടാമതായി, കേന്ദ്രത്തിന്റെ നോട്ട് ചോരിക്കെതിരായിട്ടുള്ള സാമ്പത്തിക ബദൽ. വോട്ട് ചോരി മാത്രമല്ല, കേന്ദ്രം നോട്ട് ചോരിയും നടത്തുന്നുവെന്ന് ബജറ്റ് വിശദീകരിക്കുന്നുണ്ട്. സാമ്പത്തിക വിവേചനം കൊണ്ട് നമ്മുടെ കേരളത്തിനുള്ള ഓഹരി 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.88 ആയിരുന്നത് ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ ആകുമ്പോഴേക്കും 1.92% കുറഞ്ഞു. കടമെടുപ്പ് നിയന്ത്രണങ്ങൾ, കിഫ്ബി വായ്പകൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ എല്ലാം ആ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തനത് നികുതിയേതര വരുമാനത്തിൽ 1,52,645 കോടി രൂപയുടെ വർധന വരുത്തി കേരളം അതിനെ നേരിടുകയാണ്, പ്രതിരോധിക്കുകയാണ്. തൊഴിലുറപ്പ് സംരക്ഷണം കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിയിൽ പിൻവാങ്ങി. അത് മികച്ച രീതിയിൽ കേരളത്തിൽ നടപ്പാക്കണം. അതിന് 1000 കോടി രൂപ അധികമായി നൽകുകയാണ്. മൂന്നാമതായി, കരി നിയമങ്ങൾക്കെതിരായിട്ടുള്ള നേറ്റിവിറ്റി കാർഡ്. ഇത് ഈ കേരളത്തിന്റെ അതിശക്തമായിട്ടുള്ള ചുവടുവെപ്പാണ്. പൗരത്വ നിയമം പോലുള്ള കരി നിയമങ്ങൾ വഴി ജനങ്ങളെ ഭയപ്പെടുത്തുന്ന കേന്ദ്ര നീക്കവുമായി നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന പ്രഖ്യാപനം അതീവ ശക്തമായ പ്രതിരോധ പ്രവർത്തനമായി ഈ കേരള ജനത മുഴുവൻ കാണുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്നു. തലമുറകളായി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കാൻ നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനുള്ള നിയമനിർമ്മാണത്തിനായി 20 കോടി രൂപയാണ് നീക്കിവരിച്ചിരിക്കുന്നത്. സർ, നാലാമതായി, ഇത് മാനിഷാദ പാടുന്ന വികസന മാതൃകയാണ്. കേരളത്തിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്ക് പകരം സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്ന ബജറ്റാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി 3720 കോടിയാണ്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അത് 400 കോടി രൂപയാണ്. ഇതെല്ലാം ജനപക്ഷ വികസനത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്ന് കാണാൻ കഴിയും. മാത്രമല്ലല്ലോ, ചുരുക്കത്തിൽ വർഗീയ ശക്തികൾക്ക് മണ്ണൊരുക്കാത്ത കേരളത്തിന്റെ മതേതര മനസ്സിനെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിലൂടെ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള കൃത്യമായ ബദലായി ഈ ബജറ്റ് മാറുന്നു. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയ്ക്കിടയിലും ജനപക്ഷ വികസന മാതൃകയായി മുന്നോട്ടു പോകാനുള്ള കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ ബജറ്റിന്റെ അന്തസ്സെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ 5 വികസന ഘടകങ്ങളെ ഈ ബജറ്റിൽ നാം കണ്ടെത്തുന്നു. സർ, വികസനത്തിന്റെ കേരള ബദൽ, കേരള ഡെവലപ്മെന്റ് മോഡൽ. രണ്ടാമത്, അടിസ്ഥാന സൗകര്യവും ഒരു നവകേരളവും സൃഷ്ടിക്കാനുള്ള ലക്ഷ്യം. അതിൽ നാം പറയുന്നു അതിവേഗ റെയിൽ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആ അതിവേഗ റെയിൽ ഇതിന്റെ പരിപാടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 ഘട്ടങ്ങളായി നടപ്പിലാക്കുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം
ആ യാത്രാ സൗകര്യം കേരളം വലിയ മാറ്റം ഉൾക്കൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ എറണാകുളം, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, കുറ്റിപ്പുറം റെയിൽപാതയ്ക്ക് കൂടി ഉള്ള ഒരു സ്പേസ് ഉണ്ടാകുമെന്ന് കരുതുകയാണ്. അത് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാത വികസനം സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനം എടുത്ത മുൻകൈ പ്രവർത്തനങ്ങളെല്ലാം വളരെ വലുതാണ്. അതുപോലെ തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ, പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഊന്നൽ നൽകാൻ എല്ലാം ഈ ബജറ്റിൽ അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല. മാത്രമല്ല, ഒന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഈ ബജറ്റ് നവകേരളത്തിന്റെ ശിരസിലെ വികസനത്തിന്റെ സുവർണ ലിഖിതമാണ്. പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ ഒരു കവിതയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒത്തുതുഴയുന്ന ചങ്ങലപ്പാടുള്ള സഹോദരനോട് ഞാൻ പറയുന്നു, ഇനിയും ഒരു രാത്രി വരും മുമ്പേ നാം ഒരുക്കങ്ങൾ മുഴുമിക്കേണ്ടിയിരിക്കുന്നു, നാം വേഗം കൂട്ടേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള ശ്രദ്ധ തീർച്ചയായും അതിൻ്റെ ചട്ടങ്ങളും അതിനപ്പുറത്തേക്ക് മറികടന്ന് ഈ പരിമിതമായ സമയം കൊണ്ട് മുന്നേറാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇന്ന് നിയമസഭ പരിഷ്കരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷങ്ങൾക്ക് വീണ്ടും ഒരു അവസരം ഈ നിയമസഭയിൽ ഉണ്ടാകുകയില്ല എന്ന് വളരെ കൃത്യമായി അടിവരയിടുവാൻ കൂടി ഇതിന് കഴിയുമെന്ന് സൂചിപ്പിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ കാണുമ്പോൾ തീർച്ചയായും നമുക്ക് അവര് വലിയ രീതിയിൽ നമുക്ക് ഇത്തരം ബജറ്റിനോടുള്ള അവരുടെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകളാണ് എന്ന് കാണാൻ കഴിയും. ഒരു മിനിറ്റ് എടുത്ത് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം, ഇതിൽ നമ്മുടെ തീരദേശ മണ്ഡലമായ കയ്പമംഗലത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. ടെട്രോപാഡ്, ജിയോ ട്യൂബ്, കടൽ ഭിത്തി നിർമ്മാണം, അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം, ഇത് ഇത്രയും കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഇന്നലെ ലോക കേരള സഭയൊക്കെ കഴിഞ്ഞു. പ്രവാസികൾക്ക് നിരന്തരമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏക ഗവൺമെന്റ് നമ്മുടെ കേരള ഗവൺമെന്റാണ്. അതിന് പ്രവാസികൾ കൂടുതൽ ആകർഷകമായ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കാൻ, അതിന് വേണമെങ്കിൽ പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കാൻ, ലോട്ടറി ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ സ്കീമുകൾ നടപ്പാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി, നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒന്നാണ് മഴവെള്ളം. ആ മഴവെള്ളത്തെ കുടിവെള്ളമാക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പദ്ധതിക്ക് നമുക്ക് തുടക്കം കുറിക്കാനാകുമോ? ഇപ്പോഴും കഴുത്ത് മുട്ടെ മഴവെള്ളം നിൽക്കുമ്പോഴും കുടിവെള്ളത്തിനായി കേഴുന്ന ജനതയായി നമ്മുടെ ഈ കേരള ജനത മാറുന്നെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട കാലമായതിനുള്ള പദ്ധതികൾ കൂടി ഇതിനുള്ളിൽ വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. 2012 ശേഷം പല പ്രാവശ്യങ്ങളായി ഭൂമിയുടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചെങ്കിൽ വെണ്ടർമാരുടെ വിൽപ്പന പരിധി വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന ആ സംഘടനയുടെ നിരന്തരമായ ആവശ്യമാണ്. അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ കഴിയുന്നത് ചെയ്യണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന ഒരു പുതിയ മോഡൽ സൃഷ്ടിക്കാൻ കഴിയുന്നത് ബജറ്റിലുള്ള അതിന്റെ സംഖ്യയെല്ലാം വകയിരുത്തിയ നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൾ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.